കക്ഷിക്ക് വേണ്ടി ആരാണ് വാദിക്കുന്നത്? നിങ്ങൾക്ക് വക്കീലില്ലേ? ഇല്ല, എനിക്ക് വേണ്ടി ഞാനാണ് വാദിക്കുന്നത്. ഈശ്വരൻ സാക്ഷിയായി പറയൂ. ഈശ്വരൻ സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം ബോധിപ്പിച്ചുകൊള്ളാം. സത്യം ബോധിപ്പിച്ചുകൊള്ളാം. യെസ്, യു മേ പ്രൊസീഡ്. മിസ്റ്റർ രവികുമാർ നിങ്ങളുടെ ഭർത്താവാണല്ലേ? അതെ. നിങ്ങളുടേത് ഒരു പ്രേമ വിവാഹമായിരുന്നു, ശരിയാണോ? അതെ. വിവാഹത്തിന് മുൻപ് ഭർത്താവിനെ പറ്റിയുള്ള നിങ്ങളുടെ സങ്കല്പങ്ങൾ വിവാഹത്തിന് ശേഷം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പാടെ തകർന്നുപോയെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഉണ്ട്. അതിന് കാരണം ഊണിലും ഉറക്കത്തിലും മിസ്റ്റർ രവികുമാർ ഒരു സബ് ഇൻസ്പെക്ടർ മാത്രമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കൂ? സ്ഥലം സബ് ഇൻസ്പെക്ടറാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിന്റെ ഒരു സമയം. നിങ്ങളെ തല്ലാറുണ്ടല്ലേ? ഇല്ല. തല്ലിയിട്ടേ ഇല്ല? ഉണ്ട്. പക്ഷേ യുവർ ഓണർ, വിവാഹം കഴിഞ്ഞ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അടിയും കലാശവും ഈ വീട്ടിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന വസ്തുത ബഹുമാനപ്പെട്ട കോടതിയെ ഞാൻ ബോധിപ്പിക്കുന്നു. യെസ്, യു മേ പ്രൊസീഡ്. യെസ് യുവർ ഓണർ. ഭർത്താവ് മദ്യപിക്കാറുണ്ടോ? ഇല്ല. ഭർത്താവിന് പരസ്ത്രീകളുമായി ബന്ധമുണ്ടോ? അറിഞ്ഞൂടാ. നിങ്ങളെ മറച്ചുകൊണ്ട് നിങ്ങളുടെ ഭർത്താവ് ഒരു സാരി വാങ്ങിച്ചില്ലേ? വാങ്ങിച്ചു. ആർക്ക് വേണ്ടി വാങ്ങിച്ചെന്ന് പറഞ്ഞു? ഇല്ല. ചോദിച്ചോ? ചോദിച്ചു. അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായി അല്ലേ? ഉണ്ടായി. ആ കാരണത്താൽ നിങ്ങളെ തല്ലി, ശരിയാണോ? തല്ലി. പക്ഷെ ഈ വാങ്ങിച്ച സാരി നിങ്ങൾക്കല്ല എന്നുള്ളതും അത് മറ്റൊരു സ്ത്രീക്കാണെന്നുള്ളതും ഉറപ്പല്ലേ? ഈ ചുറ്റുപാടിൽ നിങ്ങളുടെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? കോടതി. The case is adjourned. കുഞ്ഞെണീറ്റ് വന്ന് വല്ലതും കഴിക്കേ. ഞാൻ ദേ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കിടന്ന് കരഞ്ഞാൽ എങ്ങനെ? കഷ്ടമാണ് അങ്ങുന്നേ. ഒരു കഷ്ടവുമില്ല. ഇതിനേക്കാൾ തങ്കപ്പെട്ട ഒരു ഭർത്താവിനെ അവർക്ക് കണ്ടുപിടിക്കും. അങ്ങനെ അങ്ങാടിന്ന് പച്ചമരുന്ന് വാങ്ങിക്കുന്ന പോലെ വാങ്ങാൻ പറ്റുന്നാണോ ഇത്? ഞാൻ വാങ്ങിക്കും. നാലാവളയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. ദേഷ്യപ്പെടരുത്. 3 വയസ്സിൽ കുഞ്ഞിന്റെ അമ്മ മരിച്ചതാണല്ലോ. അതിൽ പിന്നെന്താ തങ്കപ്പെട്ട ഒരു സ്ത്രീയെ കെട്ടാത്തത്? നിങ്ങൾ ഇവിടെ പാട് നോക്കിനെ. ഞാൻ കേസ് കൊടുത്തു പോയി. അത് ആരെന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത? ഇതിന്റെ പിന്നിൽ വേറെ ആരുടെയോ പ്രേരണ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് ചോദ്യത്തിനും ആ കുട്ടി തലകുനിച്ച് സമ്മതം മൂളുന്നത് കണ്ടാൽ അത് ആരെയോ പേടിക്കുകയാണെന്ന് തോന്നുന്നു. എനിക്കിങ്ങനെ ഒരു കേസിന് വിധി പറയാൻ ശക്തിയില്ല മോളെ. നമുക്ക് ഉറങ്ങാം മോളെ. അമ്മമ്മയ്ക്ക് ഗുഡ് നൈറ്റ് പറ. മോൾ ഇന്ന് അമ്മൂമ്മയുടെ കൂടെ ഉറങ്ങിയാൽ മതി. ഞാൻ മോടെ പാലെടുത്തോണ്ട് വരാമേ. മോർണിംഗ് വാ. നിങ്ങൾ ഭർത്താവുമൊത്ത് വളരെ അപൂർവമായി മാത്രമേ പുറത്തു പോകാറുണ്ടായിരുന്നുള്ളൂ അല്ലേ? അതെ. പലപ്പോഴും സായാഹ്ന സവാരികൾ പ്ലാൻ ചെയ്യുകയും നിങ്ങളുടെ ഭർത്താവിന്റെ അനാസ്ഥ കാരണം അത് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടില്ലേ? ഉണ്ട്. നിങ്ങളുടെ അച്ഛനുമായിട്ട് ഭർത്താവ് നല്ല ബന്ധത്തിലായിരുന്നില്ല. നിങ്ങളുടെ അച്ഛനെ ഭർത്താവ് പലയിടങ്ങളിലും വെച്ച് പലപ്പോഴും കളിയാക്കിയിരുന്നത് മാനസികമായി നിങ്ങളെ വേദനിപ്പിച്ചിട്ടില്ലേ? ഉണ്ട്. യുവർ ഓണർ, ഭാര്യയെ വേദനിപ്പിക്കുന്നതിൽ ഒരു പ്രത്യേക രസം കണ്ടെത്തിയിരുന്ന ആളാണ് മിസ്റ്റർ രവികുമാർ എന്ന് കോടതി മുമ്പാകെ ഞാൻ ബോധിപ്പിക്കുകയാണ്. ഈ ബന്ധം ഇങ്ങനെ തുറന്നു പോയാൽ എന്റെ കക്ഷിയുടെ മാനസിക നിലയെ തന്നെ അത് ബാധിക്കുമെന്ന് ഞാൻ ഉത്കണ്ഠപ്പെടുകയാണ്. യു മേ പ്രൊസീഡ്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 1.5 വർഷമായി. ഭർത്താവിൽ നിന്ന് പിണങ്ങിപ്പോകുന്നവരെ നിങ്ങൾ ഗർഭിണിയായിട്ടില്ലല്ലോ? ഇല്ല. ഒരമ്മയാകണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങളുടെ ഭർത്താവ് മാനിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതിലുള്ള പൊരുത്തക്കേടുണ്ടോ? അറിഞ്ഞൂടാ.
അറിഞ്ഞുകൂടാന്ന് പറയുന്നൊരു ഉത്തരവല്ല. ഞാൻ പറയുന്നതോ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തു പറയുന്നു? നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നു. എന്റെ അനുമാനം ശരിയാണെങ്കിൽ കിടപ്പറയിൽ പോലും മിസ്റ്റർ രവികുമാറിന് നിങ്ങൾ പ്രതീക്ഷിച്ച ഭർത്താവാകാൻ സാധിച്ചില്ല എന്ന് ഞാൻ കോടതിയെ ബോധിപ്പിച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഒബ്ജക്ഷൻ യുവർ ഓണർ, ഈ ചോദ്യം അപ്രസക്തമാണ്. യെസ്, ഒബ്ജക്ഷൻ സസ്റ്റൈൻഡ്. യു മേ പ്രൊസീഡ്. കിടപ്പറയിലെ ഭർത്താവിന്റെ പെരുമാറ്റത്തെ പറ്റി ആദ്യമായി കോടതിയിൽ കയറുന്ന ഒരു സ്ത്രീയോട് ഇത്ര പരസ്യമായി ചോദിക്കുകയാണെങ്കിൽ ഇനിയും വിശദാംശങ്ങൾ പറയേണ്ടി വരുമോ എന്ന് ഭയന്ന് അവർ ഒന്നും മിണ്ടാതെ നിന്നാൽ ആ കെയർ ഭർത്താവിന്റെ സ്വഭാവത്തെ പറ്റി ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ന്യായമാണോ? യെസ്, കണ്ടിന്യൂ. ഇതുവരെയും എന്റെ കക്ഷി ഗർഭിണി ആയിട്ടില്ല എന്നുള്ളത് എന്റെ ഈ കേസിൽ എനിക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. അത് മാത്രമല്ല, അമ്മയാകാനുള്ള തന്റെ ആഗ്രഹം എന്റെ കക്ഷി ഇവിടെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിലയ്ക്ക് മിസ്റ്റർ രവികുമാറിന്റെ സ്വകാര്യ ജീവിതത്തെ പറ്റി എനിക്ക് ചർച്ച ചെയ്തേ പറ്റൂ. ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ്. വിവാഹം കഴിഞ്ഞ് 10ാം മാസം ഭാര്യ പ്രസവിച്ചില്ലെങ്കിൽ ആ ബന്ധത്തിന് അർത്ഥമില്ലെന്നാണോ ഈ പറയുന്നത്? ഭാര്യ എപ്പോൾ പ്രസവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഭർത്താവാണ്, സമൂഹമല്ല. നൗ യു മേ പ്രൊസീഡ്. യുവർ ഓണർ, ഇപ്പോൾ കേട്ട ഈ വാദമുഖങ്ങൾ വെറും ഒരു വികാര പ്രകടനം മാത്രമാണെന്ന് ഞാൻ ഗർഭിണിയാണോ? അതെ. Subjected to medical examination, the case is adjourned. എന്റെ കർത്താവേ, എന്നെ ഈ കേക്കുന്നേ? ശോഭന ഇവിടുന്ന് പോയിട്ട് ഇതിനിടയ്ക്ക് ഗർഭിണിയായി എന്ന് വെച്ചാല്? ശോഭന ഗർഭിണിയായിട്ടുണ്ടെങ്കിലേ അതിന് കാരണക്കാരൻ അവളുടെ ഭർത്താവ് തന്നെ. നിങ്ങൾ എന്നെ നീ പറയുന്നേ? എടി വെമ്പളെ, നീ ഇവിടെ കിടന്ന് വലിയ ബഹളമായിരുന്നല്ലോ എന്നെ രാത്രി കാണാനില്ലെന്നും പറഞ്ഞു. ഞാൻ എവിടെ പോയെന്നാ നിന്റെ വിചാരം? എവിടെ പോയെന്നാ? ആ, കോടതി ഞാൻ എന്തൊക്കെ വാദിച്ചാലും പിള്ളേച്ചൻ എനിക്ക് ജീവനാടി. ഞാൻ ഒരു ദിവസം രാത്രി നോക്കുമ്പോ പാവം പിള്ളേച്ചനോട് കുത്തിയിരുന്ന് ഫോൺ ചെയ്യുക. ഹലോ, ഹലോ, ആർക്കാ വിളിച്ചാ ഫോൺ ചെയ്യുന്നത്? ശോഭനക്കായിരിക്കും. ഒരു കുഴപ്പമില്ലെന്ന് കേറിയ പോരെ. ആരും വരത്തില്ല. പിള്ളേച്ചോ, ഓ, ഈ പോക്ക് പോയാലേ ആ, നമ്മുടെ മന്ത്രിസഭ ഇങ്ങ് പോരും താഴോട്ട്. ആ, താഴോട്ട് വരുമെന്ന് അങ്ങനെ തോന്നില്ലയോ? ആ, അതൊക്കെ കേറാന്ന്. ചെരുപ്പൂരിട്, ചെരുപ്പൂരിട്. പക്ഷെ ബന്ധം പിരിയണം, അത് സാധിക്കുമെന്ന് വക്കീലും പറഞ്ഞു. അങ്ങുന്നേ, ഈ വാശി കളഞ്ഞൊന്ന് ആലോചിച്ചാട്ട്. ശോഭന കുഞ്ഞ് പ്രസവിച്ചിട്ട് ആ കുഞ്ഞ് കരയുന്ന കേട്ട് ആ കുഞ്ഞ് അപ്പൂപ്പാന്ന് വിളിക്കുന്ന കേട്ടിട്ട് ആ, അതൊക്കെ എനിക്കും ഇഷ്ടമാണ്. പക്ഷെ കേസ് കൊടുത്തു പോയി. ആ, നീ ഇവിടെ ഇരി. സാർ, ഉം. പിന്നെ പോക്കർത്തനം കാണിക്കരുത്. ആ, അത് ഇവിടെ വെച്ച് പറഞ്ഞത് നന്നായി. അതിനകത്തായിരുന്നെങ്കിൽ കോർട്ട് ലക്ഷ്യമായനെ. മനസാക്ഷിക്ക് നിരക്കാത്ത പണി ചെയ്യരുത്. പകൽ എനിക്ക് വേണ്ടി വാദിക്കുകയും രാത്രി പോയി. ഇനി നിങ്ങൾ പറയാൻ പോകുന്ന അസഭ്യമാണെന്ന് എനിക്കറിയാം. കോടതിയിൽ നിങ്ങൾക്ക് അനുകൂലമായി വാദിക്കുന്നതിനാണ് നിങ്ങൾ എനിക്ക് കാശ് തരുന്നത്. ഞാൻ വാദിക്കുന്നതിന് മൂർച്ച പോരാന്നുള്ള വിശ്വാസം എനിക്കില്ല. കണ്ടില്ലേ മോള് ബോധം കെട്ട് വീണത്? ഇനി കൊല്ലണോ? ഉണ്ട്, അതിന് പറ്റിയ ചോദ്യങ്ങളുണ്ട്. പിന്നെ രാത്രി ഞാൻ കാശിക്കും തെങ്കാശിക്കും പോകുന്ന എന്റെ വ്യക്തിപരമായ കാര്യം. അതിനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിലുണ്ട്. വരണം. എന്റെ കക്ഷി ഗർഭിണിയാണെന്ന് മെഡിക്കൽ എക്സാമിനേഷനിൽ തെളിഞ്ഞെങ്കിലും എന്റെ വാദമുഖങ്ങളിൽ നിന്നും ഞാൻ വ്യതിചലിക്കുന്നില്ല. ഈ നിലയ്ക്ക് ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് തെളിയേണ്ടിയിരിക്കുന്നു. ഐ ഒബ്ജക്ട് യുവർ ഓണർ. യെസ്. അച്ഛൻ ഞാനാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ്.
ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കുട്ടിയുടെ അച്ഛനാകുന്നില്ലല്ലോ. ഒബ്ജക്ഷൻ. യെസ്. അച്ഛൻ ആരാണെന്ന് എങ്ങനെയാ തെളിയിക്കാൻ പറ്റുക? അമ്മ പറയുന്ന ആളല്ലേ കുഞ്ഞിന്റെ അച്ഛൻ? അമ്മ പറയട്ടെ. കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് കോടതിയെ ബോധിപ്പിക്കാനുണ്ടോ? ചേട്ടനാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ്, യു കൻ പ്രൊസീഡ്. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കള്ളക്കളിയുണ്ട്. അവസാനമായി പിരിയുമ്പോൾ എന്റെ കക്ഷി ഗർഭിണിയായിരുന്നില്ല. ഇപ്പോൾ സമ്മർദ്ദം കൊണ്ടോ മറ്റു പ്രേരണകൾ കൊണ്ടോ എന്റെ കക്ഷിയെ എതിർഭാഗം വശീകരിച്ചിരിക്കാം. ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ കോടതി ദയവായി എന്നെ അനുവദിക്കണം. യെസ്, പ്രൊസീഡ്. കുട്ടിയുടെ അച്ഛൻ മിസ്റ്റർ രവികുമാർ ആണെന്ന് സമ്മതിച്ച സ്ഥിതിക്ക് ഈ കേസിന്റെ പുരോഗതിക്കായി നിങ്ങൾ ചിലത് കോടതിയിൽ തുറന്നു പറഞ്ഞേ പറ്റൂ. നിങ്ങൾ എപ്പോഴാണ് ഇതിനിടയിൽ മിസ്റ്റർ രവികുമാറിനെ കണ്ടത്? എപ്പോഴാണ് കണ്ടത്? എവിടെ വെച്ച് കണ്ടു? എങ്ങനെ കണ്ടു? ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ്. ഇത് ക്രൂരതയാണ്. അവളെ ഇങ്ങനെ കരയിപ്പിക്കരുത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. വിവാഹമോചനം വരെ എത്തിക്കാമെന്നുണ്ടെങ്കിൽ ഈ കണ്ണീര് കാണാനും ബാധ്യസ്ഥനാണ്. യുവർ ഓണർ, ഞങ്ങളെ വേർപെടുത്തുക. യു സെപ്പറേറ്റ് us. ഈ കൂട്ടിൽ നിൽക്കുന്ന കമലാക്ഷിയമ്മ ശോഭനകുമാരി എന്ന് പറയുന്നത് എന്റെ മണിക്കൂട്ടനാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തിട്ടുണ്ട്. കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ. ആർക്ക് പകപോക്കാനാണെങ്കിലും ശരി, ആ സ്വപ്നങ്ങളെ ഇങ്ങനെ പരസ്യമായി പിച്ച് ചിന്തരുത്. ആ സ്വപ്നങ്ങളെ ഞങ്ങൾക്ക് വിട്ടുതരിക. ഞങ്ങളെ വേർപെടുത്തുക. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരപേക്ഷ കൂടിയുണ്ട്. ഞങ്ങളെ വേർപെടുത്തിയാലും നാളെ എന്റെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അതിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ അച്ഛൻ ഞാൻ തന്നെയാണെന്ന് പറയാനുള്ള അവകാശം അതിന്റെ അമ്മയ്ക്കുണ്ടാകും. കാരണം എന്റെ കുഞ്ഞ് അച്ഛനില്ലാതെ വളരരുത്. ഞാൻ ജീവിച്ചിരിക്കെ അച്ഛനില്ലാതെ വളരരുത്. That's all, Your Honor. കേസ് വിധി പറയുന്നതിലേക്ക് ഏപ്രിൽ 18 മാറ്റിവെച്ചിരിക്കുന്നു. കുട്ട, വേഗം വരണം. ഇനി ഇങ്ങനെ വിളിക്കാനുള്ള അവകാശം എനിക്കില്ല കുട്ട. നമ്മൾ വെറും തമാശയ്ക്ക് പണിയതല്ലേ. ഇപ്പൊ നമ്മൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും ഇനി നാം എങ്ങനെ ജീവിക്കണം തീരുമാനിക്കേണ്ടത് വേറെ ഒരുപാട് ആൾക്കാരാണ്. ഒരു ഏപ്രിൽ 18 നമ്മൾ കണ്ടുമുട്ടി. അന്ന് എനിക്കെന്ത് സന്തോഷമായിരുന്നു. പക്ഷേ ഈ വരാൻ പോകുന്ന ഏപ്രിൽ 18 പക്ഷെ ഒന്നുണ്ട് മോളെ, ഈ ദിവസം ഉള്ളിടത്തോളം കാലം നാം എവിടെ ആയാലും എത്ര അകലങ്ങളിലായാലും ഞാൻ എന്റെ കുട്ടിനെ പറ്റി ഓർക്കും. നീയും എന്നെ പറ്റി ഓർക്കില്ലേ മോളെ? ശോഭനെ,